Hi all, welcome back to a new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എന്താണ്. അപ്പോൾ നമുക്കറിയാമല്ലേ, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവിങ് തിങ്സിനെയാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയാം. എബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, നോൺ ലിവിങ് തിങ്സിനെയാണ് പറയുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. An ecosystem is made up of living things and non-living things. Both work together to support life. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്കോ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ, ലിവിങ് തിങ്സ് ഉണ്ടാവും, നോൺ ലിവിങ് തിങ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ഓൾ ദ ലിവിങ് ഓർഗാനിസംസ് ഇൻ ആൻ എൻവയോൺമെൻറ്റ്. ഒരു എൻവയോൺമെൻറ്റിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസിനെ നമ്മൾ എന്താ പറയുക, ബയോട്ടിക് ഫാക്ടേഴ്സ് എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വണ്ണ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലിവിങ് ഓർഗാനിസം ആണ് അല്ലേ. പ്ലാന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, ട്രീസ്, ഗ്രാസ്, ഫ്ലവേഴ്സ്, ഇതൊക്കെ എന്താ പ്ലാന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താ ലിവിങ് ഓർഗാനിസംസിന് എക്സാമ്പിളാണ്. സെക്കൻഡ് വണ്ണ് ആനിമൽസ് ആണ്. ആനിമൽസിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ചില ആനിമൽസിൻ്റെ നെയിം, ലയൺ, കൗ, എലിഫൻറ്റ്, ഇതൊക്കെയാണ് ആനിമൽസിൽ വരുന്നത്. അതേപോലെ മൈക്രോ ഓർഗാനിസംസ്, അതും ലിവിങ് തിങ്സ് ആണ് അല്ലേ. അതിൽ വരുന്നതാണ് ബാക്ടീരിയ, ഫംഗസ് ഒക്കെ. അപ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലിവിങ് ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ. ഈ ബയോട്ടിക് ഫാക്ടേഴ്സിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്താണ് ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ, ദേ മേക്ക് ദെയർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ്. സൺലൈറ്റ് യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ഫുഡ് മേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുക. അവർ സ്വന്തമായിട്ടാണ് അവരുടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്, ഗ്രീൻ പ്ലാന്റ്സ്. ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ, അവർ സ്വന്തമായിട്ട് സൺലൈറ്റ് യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതാണ് പ്രൊഡ്യൂസേഴ്സിന് ഒരു എക്സാമ്പിൾ. സെക്കൻഡ് വൺ കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഓർ അതർ ആനിമൽസ് ഫോർ ഫുഡ്. കൺസ്യൂമേഴ്സ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതർ പ്ലാന്റ്സിനെ, ആനിമൽസിനൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യാണ്. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, കൗവ്, ഡിയർ, അതേപോലെ ലയൺ, ഹ്യൂമൻ ബീങ്സ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. തേർഡ് വണ്ണ് ഡീകമ്പോസേഴ്സ് ആണ്. ദേ ബ്രേക്ക് ഡൗൺ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻറ്റു സിംപ്ലർ സബ്സ്റ്റൻസസ്. അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെഡായിട്ടുള്ള പ്ലാന്റ്സ്, ആനിമൽസ്, അതിൽ നിന്നൊക്കെ എന്താ ഫുഡ് ഇതാക്കി അങ്ങനെ യൂസ് ചെയ്യുന്നവരാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ, ഫംഗസ്, എർത്ത് വോംസ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ് ഡീകമ്പോസേഴ്സിന്. അപ്പോൾ ടൈപ്സ് ഓഫ് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്രൊഡ്യൂസേഴ്സ്, സെക്കൻഡ് വൺ കൺസ്യൂമേഴ്സ്, തേർഡ് വൺ ഡീകമ്പോസേഴ്സ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ എ പോണ്ട് എക്കോസിസ്റ്റം, ഇപ്പോൾ നമ്മളൊരു പോണ്ട് എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റും, ഫിഷ് കാണാൻ പറ്റും, ഫ്രോഗ്സ് കാണാൻ പറ്റും, പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, ബാക്ടീരിയ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്താ ലിവിങ് തിങ്സ് ആണ്. സോ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക, ബയോട്ടിക് ഫാക്ടേഴ്സ് എന്നാണ് പറയാം. ഇനി നമ്മൾ രണ്ടാമത്തെ പറയാൻ പോകുന്നത് എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. നോൺ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ എബയോട്ടിക് എന്ന് പറയുക അല്ലേ. അപ്പോൾ നോക്കാം. എബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ദ നോൺ ലിവിങ് പാർട്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ദാറ്റ് അഫക്റ്റ് ലിവിങ് ഓർഗാനിസംസ്. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റിൽ നോൺ ലിവിങ് തിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എബയോട്ടിക് എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് ആണ് സൺലൈറ്റ്, വാട്ടർ, എയർ, സോയിൽ, ടെമ്പറേച്ചറൊക്കെ. അപ്പോൾ എക്സാമ്പിൾസ്, സൺലൈറ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഹെൽപ്പ് പ്ലാന്റ്സ് ടു മേക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ വാട്ടർ, എല്ലാ ലിവിങ് തിങ്സിനും എന്താ വാട്ടർ എസെൻഷ്യൽ ആണ് അല്ലേ. വാട്ടർ ഇല്ലാതെ നമുക്ക് ലൈഫ് പോസിബിൾ അല്ല. തേർഡ് എക്സാമ്പിളാണ് എയർ പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് സോയിലാണ്. സോയിൽ എന്താ, ഗിവ് ന്യൂട്രിയൻസ് ടു പ്ലാന്റ്സ്. ദെൻ ടെമ്പറേച്ചർ അഫക്ട്സ് ഗ്രോത്ത് ആൻഡ് സർവൈവൽ. അപ്പം എബയോട്ടിക്കിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ് സൺലൈറ്റ്, വാട്ടർ, എയർ, സോയിൽ, ടെമ്പറേച്ചറൊക്കെ. അതേപോലെ റെയിൻഫോള്, മിനറൽസ്, റോക്സ്, ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പോണ്ട് എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ എബയോട്ടിക് ഫാക്ടേഴ്സ് കാണാൻ വേണ്ടി പറ്റും, വാട്ടർ കാണാൻ പറ്റും, സൺലൈറ്റ്, ടെമ്പറേച്ചർ, സോയിൽ, എയർ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ത് എബയോട്ടിക് ഫാക്ടേഴ്സാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു ട്രീ എക്കോസിസ്റ്റം എടുക്കാം. അപ്പോൾ ഒരു ട്രീ എക്കോസിസ്റ്റം എടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ ബയോട്ടിക്കും എബയോട്ടിക് ഫാക്ടേഴ്സ് കാണാൻ പറ്റുമെന്ന് നോക്കാം.
അപ്പോൾ നമ്മളൊരു ബയോട്ടിക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ട്രീ എന്താ ഒരു ലിവിങ് ഓർഗാനിസം ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ ട്രീ ഒരു ലിവിങ് ആണ്, അതൊരു ബയോട്ടിക് ആണ്. അതേപോലെ ബേർഡ്സിനെ കാണാൻ പറ്റും, ഇൻസെക്ട്സിനെ കാണാൻ പറ്റും, സ്ക്യൂറൽ, അതേപോലെ ഫംഗി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ എന്താ ലിവിങ് തിങ്സ് ആണ്. സോ ദിസ് ഈസ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ഇനിയിപ്പോൾ ഒരു ട്രീ എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ എബയോട്ടിക്കിൽ എന്തൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുക? സൺലൈറ്റ്, അതേപോലെ എയർ, വാട്ടർ, സോയിൽ, ടെമ്പറേച്ചർ, ഇതൊക്കെ എന്താ ആ ഒരു ട്രീൻ്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ട്രീ നീഡ് സൺലൈറ്റ്, വാട്ടർ, എയർ ആൻഡ് സോയിൽ. ഒരു ട്രീക്ക് എന്താ ഇതൊക്കെ ആവശ്യമാണ്, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു ട്രീക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താ എബയോട്ടിക് ഫാക്ടേഴ്സാണ്, ഒരു ട്രീക്ക് ആവശ്യമായിട്ടുള്ള എബയോട്ടിക് ഫാക്ടേഴ്സാണ്. ബേർഡ്സ്, അതേപോലെ ഇൻസെക്ട്സ്, ഇതൊക്കെ എന്താ ട്രീനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ഫുഡിനും ഷെൽട്ടറിനൊക്കെ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ അതെന്താ ബയോട്ടിക് ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ ലിവിങ് തിങ്സ് ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ എബയോട്ടിക് ആണെങ്കിൽ എന്താ നോൺ ലിവിങ് തിങ്സ് ആണെന്നും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, അതേപോലെ ടൈപ്സ് ഓഫ് ബയോട്ടിക് ഫാക്ടേഴ്സ്. അതിൽ 3 എണ്ണമാണ് മെയിനായിട്ട് വരുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ കൺസ്യൂമേഴ്സ്, തേർഡ് വൺ ഡീകമ്പോസേഴ്സ് ആണ്. ദെൻ അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്, അതിൻ്റെ എക്സാമ്പിൾസ്, അതേപോലെ ട്രീ എക്കോസിസ്റ്റം, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.